അതെ, Pollen പുഷ്പങ്ങൾ Chapel, where കൊണ്ടുവരുന്നത് ആ the icon കുട്ടികൾ. പുഷ്പങ്ങൾ കൊണ്ടുവരുന്നത് കുട്ടികളാണ് കൊണ്ടുവരുന്നത്. അതെ is അതെ അതെ found. അതെ. ആ 40 പേരുടെ പുഷ്പങ്ങൾ കുട്ടികളെ And we have കൊണ്ട് some children who are bringing a homage പാപ്പയുടെ to കോഫിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള the കുട്ടികളാണെന്ന് altar തോന്നുന്നു. ആയിരിക്കണം. above which is the icon of Mary. ഇന്ത്യക്കാരത്തി ഒന്നാണ് ഈ പെങ്കൊച്ച്. Recalling the അങ്ങനെ തോന്നുന്നുണ്ട്. flowers Pope Francis would bring അതെ. Could be. in homage when he would go there to pray before an apostolic journey or to give thanks or to ഞാനിപ്പോൾ ആയിരിക്കുന്നത് റോമില് അത്ഭുതകരമായി ദൈവത്തിൻ്റെ പരിപാലനയാൽ തിരുസഭയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു കുടുംബത്തോടൊപ്പമാണ്. ഫ്രനീഷ് കരിപ്പേരിയുടെ കുടുംബം. അവർ താമസിക്കുന്നത് റോമിലാണ്. ഏകദേശം 16 വർഷങ്ങളായിട്ട് അവരിവിടെ ഉണ്ട്. മാധ്യമങ്ങളിലൂടെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഏപ്രിൽ 26-ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം മേരി മജോറ ബസിലിക്കയിലേക്ക് എത്തുന്ന രംഗം നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടതാണ്. നമുക്കറിയാം, ആ മൃതദേഹം ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ കുരിശും മെഴുകുതിരികളും അതിനു പുറകിൽ വൈദികരും പിന്നീട് കർദിനാൾമാരും എല്ലാവരും അതിൻ്റെ പുറകിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ മൃതദേഹത്തിന് പുറകിൽ നിന്ന് ആ വിലാപയാത്രയിൽ പങ്കെടുക്കാൻ അപൂർവ ഭാഗ്യം ലഭിച്ച 4 കുഞ്ഞുമക്കളിൽ ഒരാളാണ് ഈ ഇരിക്കുന്ന നിയ എന്ന് പറഞ്ഞ കുഞ്ഞുകുട്ടി. അവളുടെ കയ്യിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രമുണ്ട്. ഓർക്കുക, തിരുസഭയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരിക്കലും ഇങ്ങനൊരു ഭാഗ്യം ഒരു കുടുംബത്തിനും ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അങ്ങനൊരു ഭാഗ്യം ലഭിച്ച ഒരു കുടുംബമാണ്, ഒരു കുഞ്ഞാണിത്. എന്താണ് സംഭവിച്ചത്? വത്തിക്കാനിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്നതനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പോകുന്ന 4 കുഞ്ഞുങ്ങൾ, നമുക്കറിയാം മാർപ്പാപ്പ ഒരുപാട് സ്നേഹിച്ചതാണ് കുഞ്ഞുമക്കളെ. കുഞ്ഞുങ്ങളെ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് മാർപ്പാപ്പ വാരിപ്പുണരുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളിൽ കുഞ്ഞുങ്ങളില്ലാതെ എന്ത് മൃതസംസ്കാര ചടങ്ങ്? കാരണം അത്രമാത്രം കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഒരു പാപ്പ, കുഞ്ഞുങ്ങളുടെ പാപ്പ. ഈശോയുടെ 2 വചനങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒന്ന്, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമായി മാറും. 2, ശിശുക്കൾ എൻ്റെ പക്കലേക്ക് കടന്നു വരട്ടെ, അവരെ തടയരുത്. അതെ, മാർപ്പാപ്പയെ സ്നേഹിച്ച കുഞ്ഞുമക്കൾ മാർപ്പാപ്പയുടെ മൃതശരീരത്തിന് പുറകിലായി മൃതസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി അനുധാവനം ചെയ്യുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് മകളുണ്ടായിരുന്നു, നമുക്ക് പ്രിയപ്പെട്ട നെയ. നമുക്ക് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളിൽ നിയയെ ദൈവം തെരഞ്ഞെടുത്തതിന് ശേഷം നിയയുടെ ജീവിതത്തിലുള്ള ആ നിമിഷങ്ങളിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഒന്ന് ചോദിച്ചറിയാം. അതായത് നിയയ്ക്ക് ആ ദേവാലയത്തിലേക്ക് കയറുന്ന സമയത്ത് പൂക്കൾ തന്നത് ആരാന്ന് ഓർമ്മയുണ്ടോ? ബൊക്കെ അതാരായിരുന്നു? കർദിനാൾ. നിങ്ങളുടെ 4 കുഞ്ഞുങ്ങൾക്കും കർദിനാൾ കൊണ്ടു തരായിരുന്നു എല്ലാവരുടെയും കയ്യിലേക്ക്. അത് എന്ത് തരത്തിലുള്ള കളറുള്ള ബൊക്കെ ആയിരുന്നു? ഫ്ലവർ? വൈറ്റ് റോസ്. എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന വൈറ്റ് റോസ് ആയിരുന്നു. കാരണം ഫ്രാൻസിസിന് വൈറ്റ് റോസ് ആയിരുന്നു ഇഷ്ടം. അതല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ 4 പേരുടെ കയ്യിലേക്കും ഈ ബൊക്കെ തന്നിട്ട് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ? കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് മാർപ്പാപ്പയുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പുറകിലായിട്ട് നിങ്ങൾ പോയി അല്ലേ? നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത് പള്ളിയുടെ ബസിലേക്ക്, മേരി മജോറ ബസിലിക്കയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ മാർപ്പാപ്പയുടെ മൃതദേഹം അരികിൽ വെച്ചതിന് ശേഷം നിങ്ങളെ പള്ളിയുടെ അകത്തേക്ക് കൊണ്ടുപോയോ? അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചേ? അത് കഴിഞ്ഞിട്ട് ഈ പൂക്കളായിട്ട് നിങ്ങൾ പോയി. ഈ പൂക്കളായിട്ട് മാർപ്പാപ്പയുടെ ബോക്സിന്റെ ഉള്ളില് മാർപ്പാപ്പയുടെ ബോഡി ഉള്ള സ്ഥലത്ത് നമ്മൾ പിന്നിൽ നിന്നിട്ട് നമ്മള് മേരിയുടെ അടുത്ത് പോയിട്ട് അവിടെ ഫ്ലവർ വെച്ചു. അതായത് മാർപ്പാപ്പ തൻ്റെ മിഷണറി യാത്രകൾക്ക് മുമ്പും അതിനുശേഷവും നന്ദി പറയുവാൻ വേണ്ടി എല്ലാ തവണയും കയറിയിരുന്ന
ദേവാലയത്തിൻ്റെ പേരാണ് മേരി മജോർ ബസിലിക്ക. ആ ബസിലിക്കയുടെ ഏറ്റവും മുകളിലായിരിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിന് താഴെയായിട്ടാണ് മാർപ്പാപ്പ എല്ലാ തവണയും ബൊക്കെ കൊണ്ടുവന്ന് വെക്കാറ്. അങ്ങനെ ഈ കുഞ്ഞുമക്കൾ ആ പൂക്കൾ അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട്, ആഴമായ പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. ഒന്ന്, മാർപ്പാപ്പ സ്നേഹിച്ച കുഞ്ഞുമക്കളുടെ പ്രതിനിധികളായി അവർ അവിടെ നിൽക്കുന്നു. രണ്ട്, ആ കുഞ്ഞുമക്കൾ ആ ബൊക്കെ അവിടെ സമർപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു ആദരാഞ്ജലികൾ, അവരുടെ ഹൃദയത്തിനുള്ള സ്നേഹം, അവരുടെ ഹൃദയത്തിനുള്ള പ്രാർത്ഥനകളാണ് പൂക്കളുടെ രൂപത്തിൽ അവർ അവിടെ വെച്ചത്. ആ പൂക്കൾ വെച്ചത് നിങ്ങളാണോ അത് കർദിനാൾമാർ വാങ്ങിച്ചു വെക്കുകയായിരുന്നോ? നിങ്ങൾ തന്നെയാണ് വെച്ചത്. അപ്പം അത് രണ്ടുപേര് കൂടി പിടിച്ചോ? അത് എങ്ങനെയായിരുന്നു ആ പൂക്കൾ പിടിച്ചോണ്ട് പോയത്? രണ്ടുപേര് പിടിച്ചു ബാസ്ക്കറ്റ്, പൂക്കളുള്ള ബാസ്ക്കറ്റ്. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? അത് പൂക്കൾ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു അവിടെ ഇരുന്നിട്ട്? മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാർപ്പാപ്പയുടെ ആത്മാവിനും പ്രാർത്ഥിച്ചു. മാർപ്പാപ്പയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് നിങ്ങൾ അവിടെ തന്നെ നിന്നാണോ പ്രാർത്ഥിച്ചത്? അത് വേറെ സ്ഥലത്തേക്ക് മാറി നിന്നാണോ പ്രാർത്ഥിച്ചത്? വേറൊരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പൊ മാർപ്പാപ്പയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ? അപ്പൊ മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കാൻ തോന്നിയോ? മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ മാർപ്പാപ്പയോട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങളെ സഹായിക്കണേ, അങ്ങനെ പ്രാർത്ഥിച്ചോ? അങ്ങനെ പ്രാർത്ഥിച്ചു അല്ലേ? അപ്പൊ അതിനുശേഷം ഇവനെന്താ ചെയ്തേ? അതിനുശേഷം ഒരു കർദിനാൾ നമ്മുടെ അടുത്ത് പോവാൻ പറഞ്ഞു. വത്തിക്കാനിൽ നിന്നുള്ള കർദിനാള് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാണ് അല്ലേ? അപ്പം ആ പുറത്തേക്ക് വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? അപ്പം അന്നേരം മാർപ്പാപ്പയുടെ മൃതദേഹം പുറത്തുണ്ട്, ദേവാലയത്തിന് പുറത്ത് അല്ലേ? നിങ്ങൾ കയറിയ പള്ളിക്ക് പുറത്ത് അല്ലേ? അതിനുശേഷം നിങ്ങൾ എവിടേക്ക് പോയത്? അതിനുശേഷം കർദിനാൾ നമ്മളെ കൊണ്ടാക്കിയിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് പപ്പയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അതെ. അപ്പം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നെയയും അതോടൊപ്പം തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് 3 കുഞ്ഞുങ്ങളും അവർ ബൊക്കെ സമർപ്പിക്കുന്നു, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മുടെ കുഞ്ഞ് പ്രത്യേകമായിട്ട് പറഞ്ഞു മാർപ്പാപ്പയോട് പ്രാർത്ഥിച്ചു, മാർപ്പാപ്പയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവർ ഈ മാർപ്പാപ്പ ബൊക്കെ സമർപ്പിക്കാറുള്ള ആ പൗളീൻ ചാപ്പൽ അല്ലെങ്കിൽ സാലൂസ് പോപ്പുലി റൊമാനോ എന്ന് പറഞ്ഞ ആ ചാപ്പലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവർ അതിനുശേഷം നെയ പറയുകയുണ്ടായി, അവരെ കർദിനാൾ കൂട്ടിക്കൊണ്ടുപോയി പപ്പയുടെ അടുത്തേക്ക് ആക്കിയതാണ് പറഞ്ഞത് അല്ലേ? 4 കുഞ്ഞുങ്ങളെയും അവരവരുടെ പപ്പയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കുകയാണോ ചെയ്തത്? നിങ്ങൾ ഒന്നിച്ച് അല്ല, നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയിട്ട് പാരന്റ്സിന്റെ അടുത്തേക്ക് കൊണ്ടാക്കി അല്ലേ? അപ്പം അന്നേരം ഫ്രണ്ട്സ് പപ്പ എവിടെയായിരുന്നു? കൊച്ചിന്റെ പപ്പ എവിടെയായിരുന്നു ഇരുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ പള്ളിയുടെ മുൻഭാഗത്ത് തന്നെ എൻട്രൻസിനോട്, അതായത് അകത്തോട്ട് കയറി വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ, ആ കൊറിഡോറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോറുണ്ട്. അതിന് പുറകിലായിരുന്നു ഞങ്ങള് പാരന്റ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം അവരെ അകത്തെ ഞങ്ങള് ശരിക്കും അതിനകത്ത് കയറുന്ന സമയത്തൊന്നും ഞങ്ങള് കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് കണ്ടിരിക്കുന്നത് അതായത് മാർപ്പാപ്പയുടെ അതായത് മൃതദേഹം അകത്തേക്ക് കൊണ്ടുപോകുന്നു, അതിന്റെ പുറകെ കൊച്ചുങ്ങളും കൊണ്ടുപോയി, അതിന്റെ പുറകിൽ കർദിനാൾസ് അത് കഴിഞ്ഞ് അത് സൂചിപ്പിച്ചല്ലോ. അപ്പം തീർച്ചയായിട്ടും അപ്പൊ കുഞ്ഞ് ദേവാലയത്തിൽ ബൊക്കെ കൊണ്ട് സമർപ്പിക്കുമ്പോൾ ഫ്രനീഷ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഈ മാർപ്പാപ്പയുടെ മൃതശരീരം അവിടെ നിൽക്കുന്നു, ഫ്രനീഷ് അവിടെ നിൽക്കുന്നു. ആ സമയത്തുണ്ടായ വികാരം എന്തായിരുന്നു മനസ്സിൽ തോന്നിയ ഒരു ചിന്ത? പ്രത്യേകിച്ച് സ്വന്തം കുഞ്ഞാണ് മാർപ്പാപ്പയുടെ അരികിലേക്ക് ഈ ബൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ച അന്തിമോപചാരം അർപ്പിച്ച് അവസാന ഒടുവിലത്തെ ചുംബനം കൊടുത്തിട്ട് വരുന്ന ഒരു രംഗമുണ്ട്. അതൊരു വല്ലാത്തൊരു വികാരമാണ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുക. അപ്പം ആ സമയത്ത് എന്താണ് തോന്നിയത്? പ്രത്യേകിച്ച് ആ ഒരു സാഹചര്യം ഒന്ന് ഓർത്തെടുക്കാമോ? അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവർ കയറി പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതലേ വാട്ടർ ബോയ്സിൽ അതുപോലെ തന്നെ പള്ളികളിലും പള്ളിയോട് ബന്ധപ്പെട്ടൊക്കെ ആയിട്ട് വളരെയധികം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ 22 വയസ്സിലൂടെ വന്നു.
പക്ഷെ എൻ്റെ ആ ഒരു ബാല്യകാലത്ത് നമ്മൾ പള്ളിയിലെ അച്ഛന്മാർ പറയുന്നതും മാർപ്പാപ്പനെ പറ്റി സംസാരിക്കുന്നതും നമ്മളെപ്പോഴും കുർബാനയിൽ പ്രാർത്ഥിക്കുന്നതും ആ സമയത്തൊക്കെ അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞാനിവിടെ ഇറ്റലി വരുമെന്നോ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മാർപ്പാപ്പനെ കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാനൊരു മൊമെന്റിൽ അന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ട് വളർന്ന ആ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആ സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഫ്രനീഷിന്റെ ജീവിതാനുഭവത്തിൽ എപ്പോഴെങ്കിലും മാർപ്പാപ്പയെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് അതായത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ എൻ്റെ അമ്മ ഒരു 2015 മുതൽ അമ്മച്ചി ഒരു റയർ ഡിസീസായിട്ട്, അതായത് നമ്മളുടെ ഒരു അമിലോഡോസിസ് കാർഡിയാക്ക് എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് നാട്ടിലൊക്കെ ചികിത്സ നമ്മൾ നോക്കി. പക്ഷേ അതിനൊന്നും ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ ഇറ്റലി വന്നിട്ടാണ് ഈ പറയുന്ന അസുഖം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം അമ്മച്ചി ഇവിടെ ട്രീറ്റ്മെന്റിലായിരുന്നു. അമ്മച്ചിയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അമ്മച്ചി അപ്പച്ചനും ഞങ്ങൾ ചെറുപ്പം മുതലേ അമ്മച്ചി അപ്പച്ചനും വളരെയധികം ഒരു ഭക്തിയിലൂടെയും എന്നും കുർബാനയ്ക്ക് കൊണ്ടുപോവുകയും വീട്ടിലെല്ലാ ദിവസവും പ്രാർത്ഥനയും അങ്ങനെ വളരെയധികം ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. അപ്പം അതിനുശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം അമ്മച്ചിനെയും അപ്പച്ചനും കൂടെ കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ മനസ്സിലും അതേപോലെ തന്നെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അതായത് മാർപ്പാപ്പനെ ഒരു തവണയെങ്കിലും കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സമയത്ത് എനിക്ക് ഞാനിങ്ങനെ ഈ ഒരു ആഗ്രഹം നമ്മളുടെ സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ശോഭ സിസ്റ്റർ ഉണ്ട്. അപ്പൊ ആ ശോഭ സിസ്റ്ററോട് ഞാനിങ്ങനെ പങ്കുവച്ചിരുന്നു. അപ്പൊ അമ്മച്ചി ആ സമയങ്ങളിലൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ശോഭ സിസ്റ്ററെ നേരിട്ട് അറിയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മച്ചി റിക്കവർ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ആ ഒരു സമയത്ത് ശോഭ സിസ്റ്ററോട് ഞാൻ അങ്ങനെ പറഞ്ഞു, അതായത് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമായിരുന്നു, ഒരുപാട് സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നു. അപ്പം മാർപ്പാപ്പയെ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും കാണാൻ അവസരം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു പ്രാർത്ഥന നിയമങ്ങളൊക്കെ ആയിട്ട് പോയി എന്നോട് സൂചിപ്പിച്ച ഓർമ്മ? അതായത് അമ്മച്ചിക്ക് അത് ഞാൻ പറഞ്ഞില്ല, അവരുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ജീവിത അഭിലാഷമായിരുന്നു മാർപ്പാപ്പനെ കാണുക എന്നുള്ളത്. കാരണം ഞാനിവിടെ ഉള്ളത് കൊണ്ട് അവരുടെ ആ ഒരു ചെറുപ്പത്തിലുള്ള ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു മൂവ്മെന്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടുകയും ചെയ്തു സിസ്റ്റർ വഴി. അപ്പം അവരവിടെ ചെന്നപ്പോ അമ്മച്ചി എൻ്റെ അടുത്ത് തലേ ദിവസം, ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിട്ട് ജോലിയായിട്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് അമ്മച്ചി ആ ദിവസങ്ങളിൽ അന്ന് വൈകുന്നേരം മുതൽ അതിന് തലേദിവസം പറഞ്ഞു, അപ്പൊ എനിക്ക് ജോലി തിരക്ക് മൂലം ചെയ്യാൻ പറ്റിയില്ല. അമ്മച്ചി പറഞ്ഞു, അതായത് എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് നീ എനിക്ക് ഒരു ലെറ്ററായിട്ട് ഇറ്റാലിയനിൽ എഴുതി തരണം, കാരണം മാർപ്പാപ്പയ്ക്ക് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ അതിന്റെ തലേദിവസമാണ് അപ്പച്ചനും അമ്മച്ചിയും പോകുന്നതിന്റെ തലേദിവസമാണ് ഞാനൊരു പേപ്പറിൽ അമ്മച്ചിയുടെ രോഗാവസ്ഥയെക്കുറിച്ചും അമ്മച്ചിയുടെ പ്രാർത്ഥന, അതായത് അമ്മച്ചിയുടെ പ്രാർത്ഥന ആവശ്യങ്ങളും മാർപ്പാപ്പയോട് അതായത് ഈശോയോട് ഉള്ള പ്രാർത്ഥനകൾ അമ്മച്ചിയുടെ ഇതിലും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു അമ്മച്ചി. എന്നിട്ട് അവിടെ കൊണ്ടുപോയി, എന്നിട്ട് അമ്മച്ചി അത് കൊണ്ടുപോയി കാണിച്ചു. കാരണം ഇവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ലെറ്റർ കാണിച്ചു. ആ ലെറ്റർ വായിച്ചിട്ട് ഇറ്റാലിയനിലാണ് എഴുതിയത്. ഇറ്റാലിയനിലാണ് ഞാൻ എഴുതിയത്. അത് കണ്ടിട്ട് മാർപ്പാപ്പ അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ആ ഒരു സമയത്ത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തില് പോപ്പ് ഫ്രാൻസിസ് ആയിട്ടുള്ള ഫസ്റ്റ് ഒരു ഓർമ്മ. അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ എന്നോട് സൂചിപ്പിച്ച കാര്യത്തിന് ഒരു ഓർമ്മ എനിക്ക് വരണം. അതായത് അങ്ങനെ പ്രാർത്ഥന എഴുതി കൊടുത്തതിന് ശേഷം മാർപ്പാപ്പ ആശീർവദിച്ചതിന് ശേഷം അമ്മച്ചിക്കുണ്ടായിരുന്ന അസുഖം ഇംപ്രൂവ് ചെയ്തു വന്നിരുന്നു. തീർച്ചയായും അമ്മച്ചിക്ക് അതായത് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ചികിത്സയ്ക്ക് ശേഷം അമ്മച്ചിയുടെ ഒരു അതായത് നമ്മുടെ കാപ്പാലജ്ജറ എന്ന് പറയും, അതായത് നമ്മുടെ ലൈറ്റ് കേച്ചേഴ്സ്, ആ ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതാണ്. പക്ഷെ അമ്മച്ചിക്ക് ഒരു 2 വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അതിന്റെ പ്രൊഡക്ഷൻ നിന്നായിരുന്നു. പക്ഷെ മാർപ്പാപ്പ ആശീർവദിച്ചതിന് ശേഷം അത്ഭുതകരമായ ഒരു മാറ്റം വന്നു. എന്നിട്ട് ആ പറയുന്ന അത് കുറഞ്ഞായിരുന്നു. എന്നിട്ട് അവര് നാട്ടിൽ പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശേഷം കുറച്ച് നാള് കാരണം ഒരുപാട് നാൾ ഇവിടെ ആയതുകൊണ്ട് അവർക്ക് നാട്ടിൽ പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ പോയി. അപ്പം ആ ഒരു അവസരമാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതെ. പിന്നെ രണ്ടാമത് വ്യക്തിപരമായിട്ട് മാർപ്പാപ്പയെ കണ്ട സാഹചര്യം എന്തായിരുന്നു? രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ
ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനെ സ്ഥാനാരോഹണം വത്തിക്കാനിൽ, അതെ, വത്തിക്കാനിൽ വെച്ച് ചെയ്തപ്പം അച്ഛനും ഉണ്ടായിരുന്നല്ലോ എന്നാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അവസരം അവിടെ പോപ്പിനെ കാണാനായിട്ട്, പ്രൈവറ്റ് ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട്, അതൊരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. നമ്മളുടെ ഇവിടുത്തെ ബസലിക്ക സാന്താ അനസ്താസിയയിലെ നമ്മുടെ ബാബുച്ചൻ, അതുപോലെ തന്നെ സീഫൽ പിതാവൊക്കെ വഴി അന്ന് കുറച്ച്, അതായത് സ്ഥാനാരോഹണത്തിന് ശേഷം നന്ദി പറയാനായിട്ടും മാർപ്പാപ്പയെ കാണാനായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അമ്മച്ചി ആ നിമിഷത്തിൽ ഇല്ല. ആ പറയുന്ന ഒരു സമയത്ത് അമ്മച്ചി ഈ കഴിഞ്ഞ, അതായത് 2024 ഫെബ്രുവരിയിൽ അമ്മച്ചി മരിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് മാർപ്പാപ്പയോട് ആ ഒരു ഫോട്ടോ, അവർക്ക് മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ എൻ്റെ ഉണ്ട്. അപ്പം ആ ഒരു ഫോട്ടോ എനിക്ക് കാണിക്കണം എന്നുണ്ട്. എന്റെ മൊബൈലിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ഫോട്ടോ എനിക്ക് മാർപ്പാപ്പനെ കാണിച്ചിട്ട്, അമ്മച്ചി ഇവിടെ ഇല്ല, പക്ഷെ അമ്മച്ചിക്ക് ഭേദമായിരുന്നു. പക്ഷെ അമ്മച്ചി, അതായത് അമ്മച്ചിയുടെ ദൈവം അമ്മച്ചി കൊടുത്ത ഒരു സമയം തീർന്നു പോയിരുന്നു. പക്ഷെ അതുകൊണ്ട് അപ്പൊ ഞാൻ മാർപ്പാപ്പയുടെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണം അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് എന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഭയങ്കര തിരക്കായതുകൊണ്ടും ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. മാർപ്പാപ്പയ്ക്ക് കൈ കൊടുത്തതിന് ശേഷം തിരിച്ചു പോന്നു. പക്ഷെ അതിനുശേഷം ഇപ്പൊ 2 തവണ ഇങ്ങനെ ഉണ്ടായി. പക്ഷെ അതിനുശേഷം എനിക്ക് മാർപ്പാപ്പ ഇപ്പം മരിച്ചതിന് ശേഷം നമ്മളുടെ ശാന്ത മാർത്തയിൽ മാർപ്പാപ്പനെ വെച്ചിരിക്കുന്ന സമയത്ത്, മാർപ്പാപ്പയുടെ മൃതദേഹം അവിടെ വെച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് വീണ്ടും കാണാൻ പറ്റി. അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റി. അതായത് ഒരിക്കൽ പോലും ഞാൻ ഒരു പക്ഷേ അവിടെ പോയിരുന്ന് മാർപ്പാപ്പയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയത് തന്നെ ഒരു അത്ഭുതത്തിന്റെ വഴികൾ തുറന്നതായിരിക്കാം. തീർച്ചയായിട്ടും. പിന്നീടാണ് കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസരം കൂടി കിട്ടുന്നത്. അതെ, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത്, ഞാൻ മനുഷ്യവിശ്വാസികളുടെ ചെല്ലി, ഞാൻ സ്വർഗ്ഗസ്വന പിതാവ് നമ്മുടെ ചെല്ലി, ആ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ അമ്മേനെ ഞാൻ ഓർത്തു. അതായത് അതിന്റെ ഒപ്പം തന്നെ മാർപ്പാപ്പയോട് പ്രാർത്ഥിച്ചിരുന്നു എന്റെ അമ്മ. ഇപ്പം മാർപ്പാപ്പ, അതായത് മാർപ്പാപ്പയും ഈ ലോകത്ത് നിന്ന്, അതായത് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അപ്പൊ ആ ഒരു മൊമെന്റിൽ ഞാൻ പ്രാർത്ഥിച്ചത്, അപ്പൊ എന്റെ അമ്മയ്ക്ക് ആശീർവദിച്ചു, ഇപ്പം എന്റെ അമ്മയുടെ കൂടെ നമ്മുടെ മാർപ്പാപ്പയും അവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും. മറ്റൊരു കാര്യം എന്റെ മനസ്സിലേക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്, ഫ്രനീഷ് കരിപ്പേരി ഇവിടുത്തെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയിലെ സഭയുടെ കീഴിലുള്ള അനസ്താസിയ പള്ളിയിൽ ബാബുച്ചന്റെ ഇടവക പള്ളിയിലെ ഒരു അംഗം കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ സീറോ മലബാർ സഭയോട് ഒരുപാട് സ്നേഹം മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം വൈദികർ, അച്ഛന്മാർ, ഇന്ത്യയിൽ നിന്നുള്ളവർ ആരൊക്കെ ചെല്ലുമ്പോൾ എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സീറോ മലബാർ സഭ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സ്നേഹം, ഒരു സ്നേഹപ്രകടനം മാർപ്പാപ്പയുടെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. മാത്രമല്ല ഇന്ത്യയിലേക്ക് വരുവാൻ ഒരുപാട് ആഗ്രഹിച്ച മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം നടന്നിട്ടുണ്ടെങ്കിലും പൂർത്തിയാകപ്പെടാതെ യാത്രയായത് ഇന്ത്യയിലേക്ക് വരുവാൻ സാധിക്കാത്ത ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ ഇതാ മരണശേഷം മൃതസംസ്കാര ചടങ്ങുകളിലെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ളൊരു പ്രതിനിധിയായി, സീറോ മലബാർ സഭയിൽ നിന്നൊരു പ്രതിനിധിയായി ഒരു കുഞ്ഞിനെ മാർപ്പാപ്പയുടെ അരികിലേക്ക് ദൈവം അയക്കുകയാണ്. അത് തീർച്ചയായും ഒരു പരിപാലനയായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. കാരണം മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും മരണദേഹ സമയത്തെങ്കിലും എല്ലാവരുടെയും പ്രതിനിധികളായി അവിടെ നിന്ന് നമ്മുടെ ഒരു മലയാളി കുടുംബത്തിൽ, സീറോ മലബാർ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദൈവം മാർപ്പാപ്പയുടെ അടുത്തേക്ക് അയക്കുന്നത് തീർച്ചയായും ഒരു ദൈവ പരിപാലനയായിട്ട് നമുക്ക് കാണാം. ചേച്ചി കഞ്ചൻ ഫ്രനീഷിൻ്റെ വൈഫാണ്. ചേച്ചി, തീർച്ചയായിട്ടും ഇത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ, അല്ലേ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർപ്പാപ്പമാരുടെ ഒരു മൃതസംസ്കാര ചടങ്ങുകളിലും കേരളക്കാരെന്നുള്ളതല്ല, അല്ലെങ്കിൽ സീറോ മലബാർ എന്നുള്ളതല്ല, ഒരു ഇന്ത്യക്കാരും ഇങ്ങനെ ഈ മൃതസംസ്കാര ചടങ്ങുകൾ ഇത്ര അടുത്ത് പങ്കെടുക്കാൻ അവസരം കിട്ടി കാണുകയില്ല. ഇത്ര അടുത്ത്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മൃതസംസ്കാര ചടങ്ങുകൾ പുറത്താകുമ്പോൾ ആരെങ്കിലും അച്ഛന്മാരായിട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടായി. പക്ഷേ അൽമായർ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു അവസരം വിരളമായിരിക്കാം, ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനൊരു ഭാഗ്യം കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് കാഞ്ചന തോന്നിയ ഒരു ചിന്ത?
അനീഷ് ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നീ എന്നെ നാളെ അവിടെ വത്തിക്കാനിൽ കൊണ്ട് പോവാനുള്ള ഒരു ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് അത് എക്സൈറ്റഡ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ഡ്രസ് കോഡ് എന്തായിരിക്കും, എത്ര മണിക്ക് കൊണ്ടുപോകണം, എന്തൊക്കെയാണ് അതൊക്കെ മനസ്സിൽ വന്നു. അപ്പൊ എന്തായാലും അവർ വിളിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ കുറെ വെയിറ്റ് ചെയ്തു, ഒരു 10:30 വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ആരും വിളിക്കാണ്ടായി. ഞങ്ങൾ വിചാരിച്ചു ചിലപ്പം വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഒരു 11 മണിയായപ്പോഴാണ് ധോനി വാനോ, നമ്മുടെ സാന്താ മരിയ മജോരയുടെ ധോനി വാനോ രനീഷിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങക്ക് നാളെ ഇങ്ങനെ കുട്ടീനെ കൊണ്ടുവരാൻ പറ്റുമോ, ഒരു 11 മണിയാവുന്നു. അപ്പാണ് ശരിക്കും ഒത്തിരി സന്തോഷമൊക്കെ ആയി. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്ന വീഡിയോസ് ഒക്കെ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ചേച്ചി അങ്ങനെ ഈ കുഞ്ഞിനെ അങ്ങനെ അവസരം കിട്ടുന്ന അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേറെ രീതിയിൽ ഞാൻ കാണുകയാണ്. കാരണം നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നവരാണ് എല്ലാ ദിവസവും അല്ലേ, വൈകുന്നേരം ജപമാല ചെല്ലുന്നവരാണ്. അപ്പം എനിക്ക് മനസ്സിലായതനുസരിച്ച് നിങ്ങളുടെ കുടുംബത്തിന് മാതാവുമായി ഒരു ആത്മബന്ധം, ഒരു സ്നേഹം നിങ്ങൾക്കുണ്ട്. മാത്രമല്ല നിങ്ങൾ വൈകുന്നേരങ്ങളിൽ കൊന്ത ചെല്ലുമ്പോൾ അപ്പച്ചനും അതുപോലെ തന്നെ നെയ്യുമാണ് കുടുംബ പ്രാർത്ഥന നിങ്ങളില്ലെങ്കിൽ പോലും നേതൃത്വം കൊടുക്കുകയും ജപമാലയൊക്കെ ചെല്ലാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ജപമാല ചെല്ലാറുണ്ടോ? ഒരു നന്മ പറഞ്ഞാലും ചെല്ലാവോ? ചെല്ലിയേ. നന്മ നിറഞ്ഞ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുണ്ടാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ വരുന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പം നമുക്ക് കേട്ടതുപോലെ കുഞ്ഞ് തീർച്ചയായിട്ടും മരിയ ഭക്തിയാണ്. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ മാതാവിനോട് ഇത്ര ഭക്തിയുള്ള ഒരു കുടുംബം കുഞ്ഞ് അവൾക്ക് മാതാവിൻ്റെ പാട്ടൊക്കെ അറിഞ്ഞിരുന്നു. 4 പേര് ഈ പാട്ടൊന്ന് പാടാമോ? മാതാവിൻ്റെ മൈക്ക് വേണി കൈ പിടിക്കണോ ജോബിസൻ? എന്നാ പിടിച്ച് പാടിക്കോ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. സൂപ്പർ. അപ്പം തീർച്ചയായിട്ടും പരിപാലനയുടെ വഴികൾ അങ്ങനെയാണ്. നിലച്ചിരിക്കാത്ത സമയത്ത് പൂർത്തീകരിക്കപ്പെടാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരമെന്നോണം ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അതിനും ഒരു കാരണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞ് 3 വയസ്സുള്ളപ്പോൾ ഇവരുടെ മാതാപിതാക്കന്മാർ ഒരു ക്രിസ്മസ് രാത്രിയിൽ ക്രിസ്മസ് കുർബാനയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ആ സാഹചര്യത്തിൽ മാർപ്പാപ്പയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോയതാണ് ഈ കുഞ്ഞ്. പക്ഷേ അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല, കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇവർക്കും സങ്കടമായിരുന്നു. കുഞ്ഞ് അന്ന് തിരിച്ചറിവില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ആ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹവുമായി യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു നിയോഗം അത്ഭുതകരമായി ഇവരുടെ കുടുംബത്തെ തേടിയെത്തുന്നത്. ദൈവം അങ്ങനെയാണ്. നമ്മളുടെ ചില പൂർത്തീകരിക്കപ്പെടാത്ത സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി വഴികൾ തുറന്ന് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. അതിന് തെളിവാണല്ലോ 10,000-കണക്കിന് കുടുംബങ്ങളിൽ നിന്നും ദൈവം ഈ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തത്. വിളിക്കപ്പെട്ടവർ ഏറെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്നുള്ള വചനം ഇവിടെ അന്വർത്ഥമാണ്. ഏതായിരുന്നാലും 3 വയസ്സുള്ളപ്പോൾ ആ കുഞ്ഞിനെ കാണാൻ സാധിക്കാതിരുന്നെങ്കിലും ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 10 വയസ്സുണ്ട്. ഈ 10ാം വയസ്സിൽ മാർപ്പാപ്പയുടെ മൃതദേഹ സംസ്കാര ചടങ്ങുകളിൽ, അത്യപൂർവമായ സംസ്കാര ചടങ്ങുകളിൽ, പ്രത്യേകിച്ച് മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്ന, ആ മാതാവിനോട് ഭക്തിയുള്ള ജപമാല കുടുംബത്തിന് മാതാവ് തന്നെ വഴി തുറന്ന് അവസരം കൊടുത്തു എന്ന് തന്നെ വേണം നമ്മളതിനെ മനസ്സിലാക്കുവാൻ. നമ്മുടെ കൊച്ചു കുഞ്ഞിന് മാർപ്പാപ്പ ആരാണെന്നൊക്കെ അറിയാവോ? അവളുടെ പേരിന് നൈല. നൈല 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 ഹു ഈസ് ദിസ്? പാപ്പ ഫ്രാൻസിസ്കോ. വാവ്, പാപ്പ ഫ്രാൻസിസ്കോന് ഇഷ്ടമാണോ? എന്നാ ഒരു ഉമ്മ കൊടുക്കാവോ പാപ്പ ഫ്രാൻസിസ്കി? ഗുഡ്. ഓക്കെ. പാപ്പ ഫ്രാൻസിസ്കയോട് പ്രാർത്ഥിച്ച ഈ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം എൻ്റെ ആത്മാവിൽ ഒരു കാര്യം തോന്നിപ്പിക്കുകയാണ്. അത് ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇന്ത്യയിൽ പോകാൻ ആഗ്രഹമുണ്ടായെങ്കിലും അത് നടന്നില്ല. ദൈവം മരണസമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ആ ഒരു ഇന്ത്യൻ സാന്നിധ്യം, കേരള സഭയുടെ സാന്നിധ്യം അവിടെ കൊണ്ടുവന്നു. അതിനപ്പുറം 3 തലമുറകൾ മാർപ്പാപ്പയെ കണ്ട കുടുംബമാണിത്. ഇവരുടെ മാതാപിതാക്കന്മാർ മാർപ്പാപ്പയെ കാണുന്നു, ഫ്രെനീഷ് മാർപ്പാപ്പയെ കാണുന്നു, അവരുടെ കുഞ്ഞ് മാർപ്പാപ്പയെ കാണുന്നു. അങ്ങനെ 3 തലമുറകൾ മാർപ്പാപ്പയെ കണ്ട കുടുംബം ഒരു പക്ഷേ വിരളം. ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിരിക്കുകയില്ല. ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക, നിങ്ങളുടെ അടുത്തേക്കും ഞങ്ങൾ വരുന്നതായിരിക്കും. ഏതായിരുന്നാലും
തീർച്ചയായിട്ടും അതൊരു വലിയ ദൈവനിയോഗമാണ്. തലമുറകളായി ഇനി മാർപ്പാപ്പയെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമ്മുടെ കാഞ്ചനും നമ്മുടെ നൈലയുമാണ്. മാത്രമല്ല നമ്മുടെ നേക്ക് ഒരു ആഗ്രഹം കൂടിയുണ്ട്. ഈ മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളിലാണ് പൂക്കൾ കൊണ്ടുവച്ചെങ്കിൽ ഇനിയും വരുന്ന കോൺക്ലേവിന് ശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ പുതിയ മാർപ്പാപ്പയ്ക്ക് പൂച്ചെണ്ടുകൾ കൊടുക്കുവാൻ കൂടി ഒരവസരം നൈലയ്ക്ക് കിട്ടട്ടെ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ നൈലയ്ക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഏതായിരുന്നാലും പൂക്കളുമായി എന്തൊക്കെയോ ഒരു ബന്ധം നമ്മുടെ ഈ കുഞ്ഞിന് ഉണ്ട് എന്നെനിക്ക് തോന്നി. കാരണം ഈ കുഞ്ഞിൻ്റെ പുറകിലിരിക്കുന്ന വേറൊരു പൂവിടെ ഇരിപ്പുണ്ട്. ഈ പൂവിനും ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. അതൊരു തമാശ പോലെ എനിക്ക് തോന്നിയതാണ്, പക്ഷേ എങ്കിലും എന്തോ ഒരു അർത്ഥം. അതായത് ഈ പൂവ് ചക്കാലക്കൽ പിതാവ് ബിനുവിന് ലാറ്റിൻ സഭയുടെ ദിവ്യബലിക്ക് ശേഷം പിതാവിന് ലഭിച്ച, ചക്കാലക്കൽ പിതാവിന് ലഭിച്ച ഈ പൂവ് നമ്മുടെ ബിനുവിന് കൊടുക്കുന്നു. ബിനു ഈ പൂവ് നമ്മുടെ നിയയ്ക്ക് സമ്മാനമായിട്ട് ഓൾറെഡി കൊടുത്തിരുന്നു. അപ്പം മാർപ്പാപ്പയുടെ അടുത്ത് വെച്ച ആ പൂവ് ഒരു ഭാഗ്യരൂപത്തിൽ വീണ്ടും തിരിച്ച് നേനയുടെ അടുത്തേക്ക് ചക്കാലക്കൽ പിതാവിലൂടെ എത്തിയത് അതും ഒരു ദൈവനിയോഗം തന്നെയാണ് നമുക്ക് കാണാം. അപ്പോൾ ആ പൂ ഇതാ മാർപ്പാപ്പയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. നമുക്ക് നന്ദി പറയാം ഈ കുടുംബത്തെ ഓർത്ത്. അല്ലെങ്കിൽ ദൈവം ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും അത്ഭുതകരമായി ഓരോ നിയോഗങ്ങൾക്കായി വിളിക്കുന്നതോർത്ത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തളം കെട്ടി നിൽക്കുന്ന ഈ കുടുംബം, അമ്മയെ സ്നേഹിക്കുന്ന ഈ കുടുംബം നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമായി മാറട്ടെ. പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ അതിൻ്റെ അരികിൽ അന്തിയുറങ്ങുവാൻ ആഗ്രഹിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറിടത്തിൽ പ്രാർത്ഥിക്കുവാനായി പോകുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ കൂടി വിശ്വാസപൂർവം നമുക്ക് അവിടെ സമർപ്പിക്കാം. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ക്യാമറമാൻ ബിനുവിനോടൊപ്പം യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.